കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നോക്കാം. കാരണം വെച്ചാൽ ഞാൻ അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ അത് നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു അവര് വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്താൽ പോരെ. അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത് നിങ്ങൾക്ക് അയാളുടെ ദേഷ്യങ്ങളുണ്ട് ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക. ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് സഹിക്കൂല സാർ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ പോലും അർഷിത് എന്ന പിഞ്ചു കുഞ്ഞിനെ ആരും തന്നെ മറക്കില്ല. കാരണം അത്രയും വേദനയോടെയാണ് നമ്മൾ ആ കുഞ്ഞിനെ ഇപ്പോഴും ഓർക്കുന്നത്. ആ കുഞ്ഞിപ്പോഴും പുറത്തു വരുന്നതെന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ കൊച്ചിന്റെ മുഖം, ആ സങ്കടത്തോടെയുള്ള ആ മുഖം. ആ കുഞ്ഞിനെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് അമ്മമാര്, സ്ത്രീകളൊക്കെ ഇപ്പോഴും ഫോട്ടോ ഇടുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ സന്തോഷവും തോന്നും, അതേപോലെ തന്നെ സങ്കടവും തോന്നും. കാരണം ആ കുഞ്ഞിന് ഇങ്ങനൊരു ജീവിതമാണല്ലോ ദൈവം കുറച്ചു നാളെ ഉണ്ടായിരുന്ന ഇത്രയും ക്രൂരമായ ഒരു ജീവിതമാണല്ലോ ആ കുഞ്ഞിന് ലഭിച്ചതെന്ന് ഓർക്കാൻ നേരത് അല്ലെ. ഇപ്പൊ ആ കുഞ്ഞിന്റെ മരണത്തോടനുബന്ധിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താന്ന് വെച്ചാൽ കുഞ്ഞിന്റെ അമ്മൂമ്മ എന്ന റിനി അവരെ മെയ് 3 ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് ആ ഹെൽപ്പ് ലൈനിൽ കൊടുത്ത ആ പരാതി ഒരു വേസ്റ്റ് കൊട്ടയിൽ എറിയുന്ന രീതിയിലുള്ള ഒരു പരാതി പോലെ ആക്കി കളഞ്ഞു ആ ഉദ്യോഗസ്ഥർ. എന്തായാലും ആ ചെയ്തത് ആ കുഞ്ഞിനോടുള്ള വലിയൊരു അനീതിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തില് ഇതുപോലെ അനീതികൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത പരാതിക്ക് യാതൊരു വിലയും കാണാതെ അതെടുത്ത് കളയും. അങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ദാരുണമായ അന്ത്യങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് അല്ലെ. ഫസ്റ്റ് തന്നെ അഷ്കർ എന്ന ആ യുവാവ് ആദ്യം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ എന്തുമാത്രം ക്രൂരതകളാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ അനുഭവിച്ച്. ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ. അന്നും ഇതുപോലെ ആ പെൺകുട്ടിയുടെ അമ്മ ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുത്ത എത്ര തവണ 5-6 തവണ പരാതി കൊടുത്തിട്ട് പോലും അന്നും പോലീസുകാർ അതങ്ങ് വകവെച്ചില്ല. പോലീസുകാർ അന്ന് എന്താ പറഞ്ഞത്, അത് വലിയ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അവര് ഒരു രീതിയിലും ആ പെൺകുട്ടിക്കെതിരെ നടപടി എടുത്തിരുന്നില്ല. അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിനും ആ പെൺകുട്ടിക്കൊന്നും ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അല്ലെ. അതേപോലെ തന്നെ മറ്റൊരു വാർത്തകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എന്താണ്, ആ കുഞ്ഞിന് വേണ്ടി സംസാരിച്ച ആ അമ്മയുടെ വാക്ക് ഒന്ന് മുഖവില പോലും കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, എന്തുമാത്രം ക്രൂരതയാണ് നമ്മുടെ ഈ സർക്കാർ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ നിയമ സംവിധാനം ആ കുഞ്ഞിനോട് ചെയ്തത്. അന്ന് ആ പരാതി ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ഇന്നും ഉണ്ടായേനെ അല്ലെ. ആയാലും ഇപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മൂമ്മ സംസാരിച്ച ശിശുക്ഷേമ വകുപ്പിനോട് സംസാരിച്ച ഓഡിയോ ക്ലിപ്സ് എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. സാർ, ഞാനൊരു കംപ്ലൈന്റ് പറയാനായിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ നിർഭയ വോളണ്ടിയറാണ്. ഇപ്പൊ നിലവിൽ അവന്റെ വീട്ടിലാണ്. അവന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ റെന്റിനാണ് പോയിട്ട് താമസിക്കുന്നത്. കൊച്ചിന് ഇപ്പൊ 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവളുടെ ഭർത്താവ് അവളെ മാനസികമായി ടോർച്ചർ ചെയ്യുകയാണ്. എന്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോസ് ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ അതില് അവള് തന്നെ വോയിസ് അയച്ചേക്കുന്നുണ്ട്, കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. വളരെയധികം ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടെ ആ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആളോട് പറയുന്നുണ്ട്, കുഞ്ഞിന് 2 കൈകൾക്കും പ്ലാസ്റ്റർ ഇട്ടേക്കണാണ്. പക്ഷേ അതിൻ്റെതായ മുറിവുകളും കാര്യങ്ങളും ഒന്നും തന്നെ കുട്ടിയുടെ ശരീരത്തില്ല. അത് പുള്ളിക്കാരി ശ്രദ്ധിച്ചു. ഇത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇത് പറയുന്നത് മെയ് 3 ഈ കുഞ്ഞിനെ കുറിച്ചിട്ട് ഈ അമ്മ വിളിച്ചു പറയുന്നത്. മെയ് 3 എന്ന് പറയുമ്പോൾ കുഞ്ഞ് മരിക്കുന്നതിന് 26 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പരാതി പറയണത്. ഇനി നമുക്ക് ബാക്കിയും കൂടി കേട്ടു നോക്കാം. കൊച്ചിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിന്റെ മേളിൽ നിന്ന് പറയുവാണ്, 5-6 ദിവസം ഞാൻ നോക്കും കൊച്ചിനെ, പിന്നീട് പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ കൊച്ചിനെ നോക്കത്തുള്ളൂ എന്ന് അവിടെ നിന്ന് നമ്മളവിടെ റോഡിന്റെ അവിടെ നിന്ന് പറയും, നമ്മളെ വീടിന്റെ തൊട്ട് മേളിൽ നിന്ന് പറഞ്ഞു. ആ ഒരു വാക്കെല്ലാം എനിക്ക് ആ ഒരു ഇതുള്ളത്. ഇതിന്റെ അമ്മൂമ്മ വളരെ കൃത്യമായും വ്യക്തതയോടെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ. പുഴുത്ത പട്ടീനെ കൂട്ടിയ കുഞ്ഞിനെ നോക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളടക്കം ഈ കുഞ്ഞിന്റെ അമ്മൂമ്മ വിളിച്ച് പറയുന്നുണ്ട് ഈ അധികൃതരോട്. പക്ഷെ എന്നിട്ട് അവര് പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നോക്കാം. കാരണം അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു കാരണം കോടതിയിൽ ഫയൽ ചെയ്യണം. കുട്ടിയെ നോക്കുന്നില്ല, നമുക്ക് അങ്ങനെ കുട്ടിയെ നിങ്ങൾക്ക് തരാനൊന്നുള്ള ഓപ്ഷനൊന്നുമില്ല. ഇപ്പൊ ഒരു സംശയമാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അത് പരാതിയായിട്ട് കൊടുക്കുക. അപ്പൊ അവരെ വിളിച്ച് അന്വേഷിക്കട്ടെ. അതെ, ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു അവര് വിളിക്കാന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്താൽ പോരെ. എന്താ അവര് പറഞ്ഞത് കേട്ടോ, ഇതെന്ത് മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്തായാലും നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആ പരാതി എന്തെങ്കിലും ആവട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെന്തെങ്കിലും നടപടി നോക്കാം എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. എന്തൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിക്കണം. ഒരു 1.5 വയസ്സുള്ള ആ കുഞ്ഞിന്റെ കാര്യത്തിനാണ് ഇവർ ഇത്രയും എന്താ പറയണത്, ഇവർ ഇത്രയും അനാസ്ഥ കാണിക്കുന്നത്. എന്തൊരു ക്രൂരതയാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ മരണത്തിന് ഇവരെല്ലാം തന്നെ ഉത്തരവാദികളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെ? ഈ അന്ന് അഷ്കറിന്റെ ഭാര്യയുടെ കാര്യങ്ങളിലാണെങ്കിലും അന്നും പോലീസുകാർ ഇതുപോലെ ആക്ഷൻ ഒന്നും എടുത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ നിയമത്തിലുള്ള ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനിലെ ആൾക്കാരും കാണിക്കുന്ന അതേ കുറ്റകൃത്യം തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് നിങ്ങളുടെ തോന്നലായിരിക്കും, ചിലപ്പോൾ കുട്ടി തന്നെ വീണതായിരിക്കാം, നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് എന്നൊക്കെയാണ് അങ്ങേര് ന്യായം പറയണത്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്തിനാ ശമ്പളം കൊടുത്ത് ഇരുത്തിയേക്കണത്? വെറുതെ അവിടെ ഇരുന്ന് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനും വെറുതെ പഞ്ചാര വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, അല്ലല്ലോ. അവിടെ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യണം. അല്ലാതെ സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അങ്ങടെ കസേരയിൽ അങ്ങ് ഞെളിഞ്ഞിരുന്നാൽ മാത്രം പോരാ. നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടാവില്ലേ? ഒരു ആണായാലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ? ഇങ്ങനെ ഒരു അവസ്ഥ വരുമെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു? എങ്ങനെ നിങ്ങൾക്കത് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? മനസ്സിലാവുന്നില്ല. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്കൊന്നും മര്യാദക്ക് കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ആ കുഞ്ഞിനെ ഓർത്തിട്ട്? എന്തായാലും നിങ്ങളുടെയൊക്കെ മൈൻഡ് ഭയങ്കരം തന്നെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് പല കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഈ സർക്കാർ സ്ഥാപനങ്ങൾ ചെല്ലാൻ നേരത്തെ അവർക്കൊരു എന്താ പറയുക, മുട്ടാപ്പോക്ക് ന്യായം എന്നൊക്കെ പറയത്തില്ലേ? ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സർക്കാർ ജോലിയാണ്, ഞങ്ങൾക്ക് പരാതി കൊടുത്താലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ജോലിക്ക് അവർ ചെയ്യുന്ന ജോലിയില് ആത്മാർത്ഥത കാണിച്ചില്ല, അവരെ സത്യം പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്ത് അങ്ങ് പറഞ്ഞു വിടുക ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരം കുത്തിയിരുന്ന് പഴിച്ചാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെയ്യണ ജോലിക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നില്ല ആ കുഞ്ഞിന് ഇന്നും ഒന്നും സംഭവിക്കാതെ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇവിടെ ഉണ്ടായിരുന്നേനെ. എന്തുമാത്രം നമുക്കത് ഓർക്കാനേ വയ്യ. ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് സഹിക്കൂല സാർ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. എങ്ങനെ ഈ കുട്ടിയോട് അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിലോ എവിടെയെങ്കിലും ഒക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി ഇനി കിള്ളി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ എല്ലാ തെളിവുകളോട് കൂടെയാണ് ഈ കുഞ്ഞിന്റെ അമ്മമ്മ ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ വിളിച്ച് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞിന്റെ അമ്മ പറയുന്നത് അവൾ എന്തെങ്കിലും അടുക്കളയിൽ പണി ചെയ്യാൻ നേരത്തെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടായത്, അന്നേരം അവൻ എന്തെങ്കിലും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടായിരിക്കും കൊച്ചിന്റെ കൈകൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അത്രയും കാര്യമായിട്ട് ഭയങ്കര സങ്കടത്തോടെ ആ അമ്മമ്മ സംസാരിക്കുന്നത്. എന്നിട്ട് പോലും ആ ഒരു ഫീലിങ്സിനെ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ നേരത്തെ നമ്മൾ എന്താ പറയണത്? അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ഉള്ളവരോട് ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്തിനാണ് സർക്കാർ ശമ്പളം തന്ന് ഇരുത്തിയേക്കണം? എന്തിനാ നിങ്ങൾ അവിടെ വെറുതെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പീഡിപ്പിക്കപ്പെടുന്ന സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ വളരെയധികം കൃത്യമായി അന്വേഷണം നടത്തി അവർക്ക് വേണ്ട ഒരു സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് നിങ്ങളെയൊക്കെ സർക്കാർ ശമ്പളം തന്ന് ഇരുത്തിയേക്കണം. അല്ലാതെ വെറുതെ അവിടെ കാലുമേ കയറ്റി ഇരിക്കാനല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങളൊരു കറക്റ്റ് ആയിട്ടൊരു നടപടി അന്ന് ഈ കുഞ്ഞിന് വേണ്ടി എടുത്തിരുന്നെങ്കിൽ മെയ് 3-ാം തീയതിയാണ് ഈ പരാതി നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. അത് കഴിഞ്ഞ് 26 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. ഇതിന് നിങ്ങളും കൂടി കാരണക്കാരനാണ്. ഒരു കുഞ്ഞിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാൻ നേരത്ത് അത് പരിശോധിക്കാനും ആവശ്യമെങ്കിൽ അതിന് അടിയന്തരമായ നിയമ നടപടികൾ എടുക്കാനുമുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ അവിടെ നിയമിച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ ഫോൺ കോൾ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ അങ്ങനെ കാത്തിരിക്കൂ, വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ അപ്പൊ തന്നെ എടുക്കണം. ഇതുപോലെ പല സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങൾ ഇതുപോലെ ഒരുപാട് അനാസ്ഥകൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കോളുകളുടെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന വളരെയധികം നല്ലൊരു കാര്യം തന്നെ. എന്തെങ്കിലും ഒരു കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഫോൺ നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടാക്കിയത് വളരെയധികം നല്ലൊരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എന്താ ചെയ്യണത്?
ആ പരാതി കിട്ടിയ ആ സമയത്ത് തന്നെ ആ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന് അങ്ങനെ സംഭവിക്കായിരുന്നു. ഇന്ന് ആ കുഞ്ഞ് ഈ ലോകം വിട്ട് പോയപ്പോഴാണ് എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്റെ അമ്മൂമ്മ അത് നേരത്തെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ അന്വേഷിച്ചില്ല? അതിന് വ്യക്തമായ ഒരു ഉത്തരം തന്നെ തരണം. ശരിക്കും വലിയൊരു അനാസ്ഥയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. അവരുടെ കുഞ്ഞിന് വേണ്ടി അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ അമ്മൂമ്മ ചെയ്തു കഴിഞ്ഞിരുന്നു. പോലീസിൽ പരാതി കൊടുത്തപ്പോ അവര് കൈവിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ വരെ അവർ വിളിച്ചു പറഞ്ഞു. അവര് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ നമ്പർ ഒന്ന് കണ്ടെത്തി അവര് വിളിച്ച് പറയാൻ എടുക്കുന്ന ഒരു ഇത് എന്തുമാത്രം കാര്യക്ഷമതയോടെയാണ് അവര്, നിങ്ങളെ എന്തുമാത്രം വിശ്വസിച്ചാണ് അവര് വിളിച്ച് പറയുന്നത്. അതിനുള്ള ഒരു നയം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിക്കാൻ പോകാൻ പാടില്ലായിരുന്നോ? ഈ കിടന്ന് ഇത്രയും വലിയൊരു എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? മോശം. അല്ലാതെ എന്ത് പറയാനാ ഇവരെയൊക്കെ കൂടുതൽ മനസ്സാക്ഷി ഇല്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് അവിടെ കസേരമേല് കാലും കയറ്റി അങ്ങ് ഇരുന്നോളും.